ഞാൻ മൊത്തം ഒരു വലിയ റിസ്ക് എടുത്തിട്ട് ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് കോയിനാന്നും പറയില്ല, ബിറ്റ് കോയിൻ അല്ല, വേറൊരു കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡിങ്ങിൽ ഇതിലേക്ക് ഇറങ്ങണമെന്നുണ്ട്. ഇപ്പൊ അല്ല, കുറച്ച് സമയം കഴിഞ്ഞാ. പക്ഷെ ഞാനൊരു കോയിൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിയൊരു റിസ്ക് തന്നെ എടുത്തു. കാരണം ആ കോയിൻ മുകളിലേക്ക് പോകുന്ന അത്രയും ഉറപ്പെനക്ക് കിട്ടി. ഞാൻ മൊത്തം എന്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഉള്ളതെല്ലാം ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസം ഡോജ് കോയിൻ എന്നല്ല, ഡോജ് കോയിൻ ആവാൻ അല്ലാതിരിക്കാം. അത് ഞാൻ പറയില്ല ഏത് കോയിനാ ഞാൻ പറയില്ല. പിന്നെ നിങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തേ, പിന്നെ ഞാൻ എന്താവും? അങ്ങനെ കുറെ ആൾക്കാർ ഇതിൽ വന്ന ഇതാവും ചിലപ്പോ. എനിക്ക് അറിയില്ല അതിന്റെ രീതി എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു കോയിനിൽ എന്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിനിൽ ഇട്ടിട്ടുണ്ട്. മോനെ 2-3 മാസം കൊണ്ട്. ഇപ്പം നിങ്ങൾ കണ്ട ഈ വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഉണ്ടാക്കി തൊപ്പി തൻ്റെ ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. തൻ്റെ ഭയങ്കരമായിട്ടുള്ള സേവിങ്സ് മൊത്തം എടുത്ത് ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ബൂമാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മൾട്ടി മില്യനറൊക്കെ ആവാൻ പറ്റുമെന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കുറേ അധികം പേര് ഇതിനെക്കുറിച്ച് ക്രിപ്റ്റോയെക്കുറിച്ചൊക്കെ അറിയാവുന്നവരൊക്കെ പറഞ്ഞൊരു കാര്യം, തൊപ്പിയെ ആരോ സ്കാം ചെയ്യുകയാണ്, അതങ്ങനെയൊന്നും 2-3 മാസം കൊണ്ടൊന്നും ഇത്ര പെട്ടെന്ന് ആവാൻ പറ്റത്തില്ല, ആരോ തൊപ്പിയെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞു എല്ലാവരും ഓരോരുത്തർ വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ എടുത്തിടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ പണി കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലത്തെ തൊപ്പി ഉണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ലൈവ് പോലെ ഇട്ടിട്ട് പറഞ്ഞിരുന്നു താൻ പറ്റിക്കപ്പെട്ടു, ഇത് ഞങ്ങൾക്ക് സ്കാമാണ്, അത് തന്നെ പറ്റിച്ചതാണ്, തൻ്റെ സേവിങ്സ് എല്ലാം പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. സോ അത് കേട്ടപ്പോൾ തന്നെ കുറേ അധികം പേര് ഇത് ഞങ്ങൾ പറഞ്ഞ കണക്ക് തന്നെയാണ്, നേരത്തെ പറ്റിക്കുമെന്ന് പറഞ്ഞ കണക്ക് തന്നെ അദ്ദേഹം തൊപ്പി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കമ്പനി വഴി. സോ നിങ്ങൾ അത് തൊപ്പി ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കുക. നല്ല 8ന്റെ പണി കിട്ടിയിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്, മൂഞ്ചി തെറ്റിയിട്ടുള്ളത്. എൻ്റെ ക്രിപ്റ്റോ സ്കാമായി. ഇത് ആരെങ്കിലും നല്ല നോളജുള്ള നല്ല ക്രിപ്റ്റോ എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അറിവില്ല ആരെങ്കിലും നല്ല ബേസിക് നോളേജ് ഉള്ള ആരും വേണ്ട. ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് സൊല്യൂഷൻ ഇല്ല. ഈ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിപ്റ്റോ നോളേജ് നല്ലോണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കും. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല ഒരു കോയിനിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഞാൻ എൻ്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് നല്ലൊരു പണി കിട്ടി, സ്കാം ആയിരുന്നു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവും, വേറെ വഴിയൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, പിന്നെ ക്രിപ്റ്റോയില് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുക. മൊത്തം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാണ്ടിരിക്കുക. ഓക്കെ, ഇതാരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക. തൊപ്പി പറഞ്ഞു കേട്ടില്ലേ, അവൻ ആ ഒരു വ്യക്തി, തൊപ്പി എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, തൻ്റെ ഒരു വലിയ സേവിങ്സ് തന്നെ ഈ ഒരു പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയിലാണ് കൊണ്ടിട്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് വന്നിട്ടുള്ളത്. ആരോ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തൊപ്പി മെയിനായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ക്രിപ്റ്റോയെ പറ്റി നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അല്ല ആരെങ്കിലും വന്ന് ഇതൊക്കെ കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന പൈസ മൊത്തം ഇടാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്നുള്ള കാര്യം നോക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് സമയം എടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ മണ്ടത്തരമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ചെയ്യുക. അറിയത്തില്ലെങ്കിൽ സമയം എടുത്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ ഇതേ കണക്കുള്ള പ്രശ്നങ്ങൾ വരും. തൊപ്പിക്ക് ഇപ്പോൾ സംഭവിച്ച കണക്ക് കുറേ പേര് തൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മണ്ടത്തരമൊക്കെ കാണിച്ച് ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പറയുന്ന കേൾക്കുക, നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക.